ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ വെള്ളി ആഭരണങ്ങൾ, എസ്പെഷ്യലി പഴയ പാദസരം, പഴയ വെള്ളി പാദസരം എങ്ങനെ പുതിയതുപോലെ ആക്കാമെന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് എൻ്റെ മോളുടെ തന്നെ ഒരു പാദസരമാണ്. അവളത് 6-7 മാസം യൂസ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ കറുത്തു ഇപ്പോൾ ഞാനെടുത്ത് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവൾ എന്നോട് അമ്മ എനിക്ക് കിലുങ്ങുന്ന പാദസരം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ അത് കറുത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പഴയതുപോലെ ആക്കാൻ പറ്റുമോ, വെളുപ്പിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പാദസരം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ വാളംപുളിയാണ് കേട്ടോ. പിന്നെ കുറച്ച് പൊടിയുപ്പ്, പേസ്റ്റ് ഏതായാലും കുഴപ്പമില്ല. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്ലോസപ്പിൻ്റെ പേസ്റ്റാണ്. നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഏത് പേസ്റ്റ് ആയാലും മതി. പിന്നെ ഒരു പഴയ ബ്രഷ്. അപ്പോൾ ഞാൻ സ്റ്റൗവിൽ ഒരു പഴയ പാത്രം വെച്ചിട്ടുണ്ട്. പഴയ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വരുമ്പോൾ ഞാൻ അതിലേക്ക് പുളി ഇങ്ങനെ ഉടച്ചിട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ ഇടുന്നില്ല, ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഉടച്ചിട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് ഞാൻ പിന്നെ പൊടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം തിളച്ച് വരുമ്പോൾ ഞാൻ കറുത്തിരിക്കുന്ന പാദസരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ 5-6 മിനിറ്റോളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 5-6 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പൊക്കി നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പാദസരം ഞാനിങ്ങനെ കൊടില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പൊക്കി നോക്കുന്നുണ്ടായിരുന്നു റിസൾട്ട് ഉണ്ടോ എന്ന്. അപ്പോൾ നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവില്ല റിസൾട്ട് ഉണ്ടോ എന്നുള്ളതൊക്കെ. അതിനുശേഷം ഞാൻ ആ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പാദസരം ഞാൻ തണുത്ത വെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ചൂടെല്ലാം പോയതിന് ശേഷം ഞാൻ കയ്യിലെടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഒരു ഇൻസ്റ്റൻ്റുള്ള ബ്രൈറ്റ്നസ് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ബ്രഷിൽ കുറച്ച് പേസ്റ്റ് എടുത്തിട്ട് നല്ലോണം ഉരച്ച് കൊടുത്തിട്ടുണ്ട്. 2 പാസ് നല്ലോണം ഉരച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലോണം പേസ്റ്റ് ബ്രഷിലാക്കിയിട്ട് ഉരച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പിന്നെ ഒരു തണുത്ത വെള്ളത്തിൽ മുക്കി പൊക്കി നല്ലോണം കയ്യിലെടുത്ത് നല്ലൊരു മാറ്റമുണ്ട് കേട്ടോ. നമ്മൾ വാങ്ങിയതുപോലെ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതുപോലെ പോലെ അല്ലെങ്കിലും നല്ലൊരു ബ്രൈറ്റ്നസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതുകൊണ്ട് വരെ എല്ലാവർക്കും ബൈ.